ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വരും. എന്നാൽ അത്രയും നാൾ വലിയ സ്നേഹം കാണിച്ച് അവർ പെട്ടെന്നൊരു ദിവസം യാതൊരു കാരണവുമില്ലാതെ നമ്മളിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒരു മാറ്റം കാണിക്കുന്നത്? ചിലർ പോകാൻ 100 കാരണങ്ങൾ പറയുമ്പോൾ മറ്റു ചിലർ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഇതിനു പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രവും വൈകാരികമായ സത്യവും എന്താണ്? നമുക്കൊന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മൈൻഡ് ആൻഡ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും ഒരു ബന്ധം തുടങ്ങുന്നത് പെട്ടെന്നൊരു ആകർഷണമോ അല്ലെങ്കിൽ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് മോചനമോ ആകാം. ഏകാന്തത അനുഭവിക്കുമ്പോഴോ പഴയൊരു തകർച്ചയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോഴോ ആ വേദനകളിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു സുരക്ഷിത ഇടമായി ചിലർ പുതിയ ബന്ധങ്ങളെ കാണാറുണ്ട്. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ ആ ബന്ധം തിരഞ്ഞെടുത്തത് ആഴത്തിലുള്ള പൊരുത്തം കൊണ്ടല്ല, മറിച്ച് അന്നത്തെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. അപ്പോൾ സ്വാഭാവികമായും പ്രായോഗികമായ വ്യത്യാസങ്ങൾ അവർ ശ്രദ്ധിച്ചു തുടങ്ങും. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ ചിന്താഗതിയിലെയും ലക്ഷ്യങ്ങളിലെയും വ്യത്യാസങ്ങൾ, സ്വന്തം ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി അവർ ആ ബന്ധത്തിൽ നിന്നും പതിയെ പിന്മാറുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ പലപ്പോഴും സത്യം തുറന്നു പറയാറില്ല. നിങ്ങളുടെ സങ്കടം ഭയന്നോ അല്ലെങ്കിൽ അവരുടെ അന്തസ്സ് സംരക്ഷിക്കാനോ അവർ സത്യം മറച്ചു പിടിച്ചേക്കാം. പക്ഷെ ഓർക്കുക, പെരുമാറ്റം ഒരിക്കലും കള്ളം പറയില്ല. അവരുടെ വാക്കുകളെ അല്ല, അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളെ വിശ്വസിക്കുക. സ്നേഹം എന്നത് ഒരു ഉടമസ്ഥാവകാശമല്ല, അതൊരു പരിശുദ്ധമായ വികാരമാണ്. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചാൽ മാത്രമേ ഒരു ബന്ധത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കൂ. അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നിർബന്ധിച്ച് പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെയും സമാധാനത്തെയും തകർക്കുകയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. 1. യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. മാറാൻ ആഗ്രഹിക്കാത്ത ഒരാളെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക. 2. നിങ്ങളുടെ കേന്ദ്രം കണ്ടെത്തുക. നിങ്ങളുടെ മുഴുവൻ ഊർജവും അവരുടെ പിറകെ പോയി നശിപ്പിക്കാതെ സ്വന്തം വളർച്ചയ്ക്കായി മാറ്റിവെക്കുക. 3. സ്വയം സ്നേഹിക്കുക. അവർ ഇല്ലാതെയും നിങ്ങൾ ഒരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഈ ലോകം കൃത്യമായ ഒരു ബാലൻസിലാണ് നിലനിൽക്കുന്നത്. കർമ്മതത്വം ഇതാണ്: ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ട്. ഒരാൾ മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കും. അത് കാണാൻ നിങ്ങൾ കാത്തിരിക്കണമെന്നില്ല. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, നിങ്ങൾക്ക് അർഹമായത് നിങ്ങളെ മനസ്സിലാക്കുന്നവരെ പ്രകൃതി തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ആർക്കെങ്കിലും ആശ്വാസം നൽകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായി ഇത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.